ഹായ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ ഇതാകുമ്പോൾ ഞാൻ ഇന്നൊരു അച്ചാറാട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടില്ലേ. ഈ ഒരു ഒറ്റ ഐറ്റം മതി നമുക്കൊരു ലോഡ് ചോറ് കഴിക്കാൻ വേണ്ടി തന്നെ. അപ്പം ഇത് പല നാട്ടിലും പല പേരിലായിട്ട് അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നത് സ്റ്റാർ പുളി അല്ലെങ്കിൽ ചതുരപ്പുളി എന്നൊക്കെ ആയിട്ടോ അറിയപ്പെടുന്നത്. അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെ ചെറുതാക്കിയിട്ട് ഞാൻ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുക. അതിലോട്ട് ലേശം വെളിച്ചെണ്ണ കേട്ടോ പാർന്ന് കൊടുത്തിട്ടില്ലേ. പിന്നെ ഉലുവ, കടുക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ ചതച്ചതാട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊന്ന് പോയി കിട്ടിട്ടോ. അപ്പം അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയതിന് ശേഷം അതുകൊണ്ട് ലേശം അച്ചാറും പൊടിയും കൂടി ഇട്ടിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. അതിന് ശേഷം ആ സ്റ്റാർ പുളി ഉണ്ടല്ലോ അത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ മസാലയൊക്കെ അതിൻ്റെ മീതായിട്ട് ആവാൻ വേണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാക്കണം ഒന്നും കൂടെ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ മസാലയൊക്കെ എല്ലാ ഭാഗത്തും കൂടി ഒന്ന് ആവട്ടെ. ഇനി ഇതാ ലേശം സുർക്കയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് തീ സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അച്ചാർ ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അപ്പം ഈ ഒരൊറ്റ ഐറ്റം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ തന്നെ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.